നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസെർച്ച് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ തന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പക്ഷേ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ പരീക്ഷയിലും ചോദിച്ചു കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നത് നോട്ടുകൾ തയ്യാറാക്കി പ്രിപ്പയർ ചെയ്യുക. ഏകദേശം മുഴുവൻ ചോദ്യങ്ങളും നമ്മുടെ ചോദ്യപേപ്പറുകളിൽ മുൻ പരീക്ഷാ പേപ്പറുകളിലെല്ലാം കണ്ട് പരിചയമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ക്ലാസ് മുഴുവനായിട്ടും നിങ്ങൾ കേൾക്കുക. നമുക്ക് ചോദ്യങ്ങളിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, പ്രത്യേക ഗ്രാമങ്ങളാണ്. കേരളത്തിലെ കരകൗശല ഗ്രാമം ഇരിങ്ങലാണ്. കോഴിക്കോട് ഇരിങ്ങലാണ് കേരളത്തിലെ കരകൗശല ഗ്രാമം. കേരളത്തിലെ ടൂറിസ ഗ്രാമം കുമ്പളങ്ങിയാണ്. എറണാകുളത്തുള്ള കുമ്പളങ്ങിയാണ് കേരളത്തിലെ ടൂറിസ ഗ്രാമം എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ കരകൗശല ഗ്രാമം ഇരിങ്ങൽ, കോഴിക്കോട്. ദെൻ ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയിലെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ലോകത്തിൻ്റെ ഉരുക്കു വനിത ആരാണ്? മാർഗരറ്റ് താച്ചറാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി. ദെൻ ഏറ്റവും വലിയ മതസമ്മേളനം ഏതാണെന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു മത സമ്മേളനം ചെറുകോൽപ്പുഴ കൺവെൻഷനാണ്. ഹിന്ദു മത സമ്മേളനമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു മത സമ്മേളനം ചെറുകോൽപ്പുഴ കൺവെൻഷനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ മത സമ്മേളനം മരാമൻ കൺവെൻഷനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ മത സമ്മേളനം മരാമൻ കൺവെൻഷൻ. ദെൻ ചില ക്ഷേത്രങ്ങളുടെ പ്രത്യേകത നോക്കാം. തെക്കിൻ്റെ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രമാണ്. തെക്കിൻ്റെ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രമാണ്. ദക്ഷിണ കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. തെക്കിൻ്റെ ദ്വാരക ഗുരുവായൂർ, ദക്ഷിണ കേരളത്തിൻ്റെ ഗുരുവായൂർ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. കേരളത്തിലെ പഴനി ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റുവാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദയാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു, ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ. ഇപ്പോൾ അതിന് പകരം നമുക്ക് എന്താ ഉള്ളത്? നീതി ആയോഗാണുള്ളത്. നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി. ദെൻ ജയിലുകൾ, പ്രധാനപ്പെട്ട ജയിലുകളിലെ കുറച്ച് കാര്യങ്ങളാണ്. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയാണ്. ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരി, ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര. ദെൻ കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസ് ആണ്. കേരള പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതി കന്റോൺമെൻറ്റ് ഹൗസ് ആണ്. അപ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസ്, കേരള പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതി കന്റോൺമെൻറ്റ് ഹൗസ്. ദെൻ പഞ്ചായത്തി രാജിലെ ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനയുടെ പിൻബലം നൽകിയ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനയുടെ പിൻബലം നൽകിയ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്. ഇപ്പോൾ പഞ്ചായത്തി രാജ് എന്ന സംവിധാനം ഭരണഘടനാപരമായിട്ട് അംഗീകരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇന്ത്യയിൽ രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതാണ് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തത്. പിന്നെ അതിനുശേഷം 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമുക്ക് പഞ്ചായത്തി രാജിന് ഭരണഘടനയുടെ പിൻബലം നൽകുകയുണ്ടായി. അത് PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. ദെൻ ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ തലത്തിൽ ലോട്ടറി അഥവാ ഭാഗ്യക്കുറി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം സിക്കിമാണ്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ തലത്തിൽ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം സിക്കിം. ദെൻ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ് മിൽഖ സിംഗ് ആണ്. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ് മിൽഖ സിംഗ്. ഒളിമ്പിക് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത PT ഉഷയാണ്. ഒളിമ്പിക് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത PT ഉഷ. ഇങ്ങനെ നേരെ തിരിച്ച് ഒളിമ്പിക് സെമി ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷൈനി വിൽസൺ ആണ് കേട്ടോ. അപ്പോൾ മാറിപ്പോരുത്. ഒളിമ്പിക് ഫൈനലിലെത്തിയ ആദ്യ വനിത PT ഉഷയാണ്. അവർക്ക് സെക്കൻഡിൻ്റെ വളരെ വ്യത്യാസത്തിൽ, വളരെ നേരിയൊരു വ്യത്യാസത്തിലാണ് അവർക്ക് വെങ്കല മെഡൽ നഷ്ടപ്പെട്ടത് എന്നുകൂടി ആലോചിച്ച് വയ്ക്കുക. ദെൻ ഭരണഘടനയെ പറ്റിയുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണെന്നാണ് ചോദ്യം. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 1946 കേട്ടോ, 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത്. 1949 ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ ഭരണഘടന നിലവിൽ വന്നത്
അടുത്ത കൊല്ലമാണ് 1950 ജനുവരി 26-നാണ്. അതാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിവസം എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ലോഹങ്ങളും രോഗങ്ങളുമാണ്. ഇവിടെ മെർക്കുറി വിഷബാധ മൂലമുണ്ടാകുന്ന രോഗം മീനമാത ഡിസീസാണ്. മെർക്കുറി വിഷബാധ മൂലമുണ്ടാകുന്ന രോഗം മീനമാത. കാഡ്മിയം വിഷബാധ മൂലമുണ്ടാകുന്നത് ഇഥായ്. വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. മെർക്കുറി, മീനമാത, കാഡ്മിയം, ഇഥായ്. അപ്പോൾ കാഡ്മിയത്തിൻ്റെ വിഷബാധ മൂലം ഉണ്ടാകുന്നതാണ് ഇഥായ്. ദെൻ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ ജീവി വാൽമാക്രിയാണ് കേട്ടോ. ടാഡ്പോളാണ് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ ജീവി. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ സസ്തനി ചെമ്മരിയാടാണ്. ചെമ്മരിയാട്. ദെൻ ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഓഫ് കോൺഗ്രസ് ആണ്. അമേരിക്കയിലെ ലൈബ്രറി ഓഫ് കോൺഗ്രസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി നാഷണൽ ലൈബ്രറി, കൊൽക്കത്തയിലെ നാഷണൽ ലൈബ്രറിയാണ്. ദെൻ വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും പോഷണവും സസ്യത്തിൻ്റെ ഇലകളിൽ എത്തിക്കുന്ന കലകൾ സൈലമാണ്. അപ്പോൾ വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും പോഷണവും സസ്യത്തിൻ്റെ ഇലകളിൽ എത്തിക്കുന്ന കലകൾ സൈലമാണ്. സസ്യത്തിൻ്റെ ഇലകൾ നിർമ്മിക്കുന്ന ആഹാരവും സസ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്ന കലകൾ ഫ്ലോയമാണ്. അപ്പോൾ സൈലവും ഫ്ലോയവും. സൈലം വേരുകളിലൂടെ വെള്ളത്തെയും പോഷകങ്ങളെയും എവിടേക്ക് എത്തിക്കും? ഇലകളിലോട്ട് എത്തിക്കും. ഇലകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ ഫ്ലോയത്തിലൂടെ മറ്റ് ഭാഗങ്ങളിലോട്ട് എത്തിക്കും. ദെൻ ഏറ്റവും പ്രായം കൂടിയ പർവ്വതനിര, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ പർവ്വതനിര ആരവല്ലിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര ഹിമാലയമാണ്. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം തന്നെയാണ് ഹിമാലയം. ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതമാണ് ആരവല്ലി. ഇപ്പോൾ ഇതൊരു അവശിഷ്ട പർവ്വതമാണ് കേട്ടോ. ദെൻ റിസർവ് ബാങ്ക് ഗവർണറെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ സർ ഓസ്ബോൺ ആർക്കിൾ സ്മിത്താണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ എങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖാണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്താണ്. ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖാണ്. ദെൻ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹറാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത KK ഉഷയാണ്. ദെൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകമാണ് കേട്ടോ. ഒഡീഷയിലെ ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരുവാണ്. ആന്ധ്രാപ്രദേശിലെ കൊല്ലേരുവാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ദെൻ കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയാണ്. കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. ATPയുടെ ഫുൾ ഫോം പഠിച്ചു വെച്ചോളാം, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ദെൻ കൊച്ചി രാജ്യത്തെ അവസാനത്തെ രാജാവ് പരീക്ഷിത് തമ്പുരാനാണ്. കൊച്ചി രാജ്യത്തെ അവസാനത്തെ ദിവാൻ CP കരുണാകര മേനോനാണ്. അവസാനത്തെ രാജാവ് പരീക്ഷിത് തമ്പുരാൻ. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രനാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധൻ, ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രൻ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹവും ശുക്രൻ തന്നെയാണ് കേട്ടോ. സൂര്യനോട് ഏറ്റവും അകലെയുള്ള ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ് കേട്ടോ. ദെൻ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെ പറ്റിയുള്ള ചോദ്യമാണ്. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയി ബ്രൗൺ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ദുർഗയാണ്. ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദു മതത്തിലെ അക്വിനാസ് എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യരാണ്. ദെൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ടയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. ദെൻ ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ദേശീയ സാങ്കേതിക ദിനം മെയ് 11 ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28, ദേശീയ സാങ്കേതിക ദിനം മെയ് 11. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പഴക്കമുള്ളത് തമിഴാണ്. ദ്രാവിഡ ഭാഷകളിൽ അവസാനം രൂപം കൊണ്ടത് മലയാളമാണ്. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പഴക്കമുള്ളത് തമിഴിനും ദ്രാവിഡ ഭാഷകളിൽ അവസാനം രൂപം കൊണ്ടത് മലയാളത്തിനുമാണ് കേട്ടോ. അപ്പോൾ മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക് തുടങ്ങിയ ദ്രാവിഡ ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. ആദ്യമായിട്ട് തന്നെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ള ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴാണ്. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ഭാഷ മാൻഡറിനാണ്. ചൈനീസ് ഭാഷയായിട്ടുള്ള മാൻഡറിനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ഭാഷ. ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ഇന്ത്യയിലെ ഭാഷ ഹിന്ദിയാണ്. ദെൻ വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയമാണ്. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് ആണ്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയം, ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ദെൻ
നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദാണ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഹരിയാനയിലെ കർണാൽ. ലോക പക്ഷി ദിനം ഏപ്രിൽ 9 ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. ലോക പക്ഷി ദിനം ഏപ്രിൽ 9, ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. ലോകസഭാംഗങ്ങളുടെ കാലാവധി 5 വർഷം, രാജ്യസഭാംഗങ്ങളുടെ കാലാവധി 6 വർഷം. ലോകസഭയുടെ കാലാവധി ചോദിച്ചാലും 5 വർഷം തന്നെയാണ്. എങ്കിൽ രാജ്യസഭയുടെ കാലാവധി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാലാവധി ഇല്ലെന്നാണ് ഉത്തരം, അല്ലേ? കാലാവധി ഇല്ലാതെ ഇങ്ങനെ പോകണതാണ്. കാരണം 1/3 അംഗങ്ങൾ ഓരോ 2 കൊല്ലം കൂടുമ്പോഴും എന്ത് ചെയ്യും? വിരമിച്ചു വരും. അപ്പോൾ 6 വർഷമാണ് രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി കേട്ടോ, ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ ഇന്ത്യയുടെ അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്ന രാജ്യസഭയും ലോവർ ഹൗസ് ലോകസഭയുമാണ്. ദെൻ ജാലിയൻ വാലാബാഗിൽ വെടിവെപ്പിന് നിർദ്ദേശം നൽകിയ ഗവർണർ മൈക്കിൾ ഒ ഡയർ ആണ്. ജാലിയൻ വാലാബാഗിൽ വെടിവെപ്പിന് നിർദ്ദേശം നൽകിയ ഗവർണർ മൈക്കിൾ ഒ ഡയർ. ജാലിയൻ വാലാബാഗിൽ വെടിവെപ്പിന് നേതൃത്വം നൽകിയ സൈനിക മേധാവി ജനറൽ റെജിനാൾഡ് ഡയർ ആണ്. ജാലിയൻ വാലാബാഗിൽ വെടിവെപ്പിന് നിർദ്ദേശം നൽകിയ ഗവർണറാണ് മൈക്കിൾ ഒ ഡയർ. ജാലിയൻ വാലാബാഗിൽ വെടിവെപ്പിന് നേതൃത്വം നൽകിയ സൈനിക മേധാവിയാണ് ജനറൽ റെജിനാൾഡ് ഡയർ. ഈ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച ധീര ദേശാഭിമാനിയാണ് ഉദ്ധം സിംഗ് കേട്ടോ, പഠിച്ചു വയ്ക്കുക. ഇംഗ്ലണ്ടിൽ പോയിട്ടാണ് അദ്ദേഹം ഈ മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത്. ദെൻ മലബാറിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട ജാഥ നയിച്ചത് കെ കേളപ്പനാണ്. മലബാറിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നടന്ന ജാഥ നയിച്ചത് കെ കേളപ്പൻ. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പാലക്കാട്ടു നിന്ന് പുറപ്പെട്ട ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പാലക്കാട്ടു നിന്ന് പുറപ്പെട്ട ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ. ദെൻ ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി അറ്റക്കാമ മരുഭൂമിയാണ്, തെക്കേ അമേരിക്കയിലെ. ലോകത്തിലെ ഏറ്റവും തണുത്ത മരുഭൂമി ഗോബി മരുഭൂമിയാണ്, മംഗോളിയയിലെ ഗോബി മരുഭൂമി. ഇന്ത്യയിലെ മരുഭൂമി ഏതാണ്? ഥാർ മരുഭൂമിയാണ് കേട്ടോ. രാജസ്ഥാനിലായിട്ട് പ്രധാനമായിട്ടും സ്ഥിതി ചെയ്യുന്ന ഥാർ മരുഭൂമിയാണ്. ദെൻ പക്ഷികളിലെ വേഗക്കാർ. ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന പക്ഷി ഒട്ടക പക്ഷിയാണ്. ഏറ്റവും വേഗത്തിൽ പറക്കാൻ കഴിയുന്ന പക്ഷി സ്വിഫ്റ്റ് ആണ് കേട്ടോ. ഏറ്റവും വേഗത്തിൽ പറക്കാൻ കഴിയുന്ന പക്ഷി സ്വിഫ്റ്റും ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന പക്ഷി ഒട്ടക പക്ഷിയുമാണ്. മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം പെരികാർഡിയവുമാണ്. മനുഷ്യ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം പ്ലൂറയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം പെരികാർഡിയം, ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്നത് പ്ലൂറ. ഷഡ്പദങ്ങളുടെ വിസർജനാവയവം മാൽഫിജിയൻ നാളികൾ. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം ട്രക്കിയ. ഷഡ്പദങ്ങളുടെ വിസർജനാവയവം മാൽഫിജിയൻ നാളികളും ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം ട്രക്കിയയുമാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചത് ഇന്ദുചൂടനാണ്. തിരുവിതാംകൂറിലെ പക്ഷികൾ എന്ന കൃതിയുടെ രചയിതാവ് ഡോക്ടർ സാലിം അലിയാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചത് ഇന്ദുചൂടൻ. തിരുവിതാംകൂറിലെ പക്ഷികൾ ഡോക്ടർ സാലിം അലി. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശും ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബുമാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. ഏറ്റവും കുറവ് വനമുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴയുമാണ് കേട്ടോ. കടലുകളിലെ വമ്പന്മാർ. ലോകത്തിലെ ഏറ്റവും വലിയ കടൽ തെക്കൻ ചൈന കടലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടൽ ഹഡ്സൺ ഉൾക്കടലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കടൽ തെക്കൻ ചൈന കടൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടൽ ഹഡ്സൺ ഉൾക്കടലാണ്. ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ് കേട്ടോ. ലോകത്തിലെ വനിതാ ഭരണാധികാരികളെ കുറിച്ച് നോക്കാം. ലോകത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി സിരിമാവോ ബന്ദാര നായികയാണ്. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി സിരിമാവോ ബന്ദാര നായിക ശ്രീലങ്ക. ലോകത്തെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് മരിയ എസ്റ്റേലോ പെറോൺ ആണ്. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് മരിയ എസ്റ്റേലോ പെറോൺ. അർജന്റീനക്കാരിയായിരുന്നു അദ്ദേഹം. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലുമാണ് കേട്ടോ. ദെൻ ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ശ്രദ്ധിച്ചു വയ്ക്കുക കാര്യങ്ങൾ. ദെൻ രക്തം കട്ടപിടിക്കുന്നത് സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലേറ്റുകളാണ്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ലോഹം കാൽസ്യമാണ്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലേറ്റുകൾ. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ലോഹം കാൽസ്യം. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയമാണ്. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയം. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണ്. ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയവും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഹിമാലയത്തിൽ തന്നെയുള്ള എവറസ്റ്റുമാണ് കേട്ടോ. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് ചോദിച്ചാലും മൗണ്ട് K2 ആണ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാഞ്ചൻജംഗയുമാണ് കേട്ടോ. കൊടുമുടിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്.
ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ്. ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ ധാന്യപുര പഞ്ചാബ്, ദക്ഷിണേന്ത്യയുടെ ധാന്യപുര ആന്ധ്രാപ്രദേശ്. കാർബണിൻ്റെ ഏറ്റവും സ്ഥിരമായ രൂപം ഗ്രാഫൈറ്റ് ആണ്. കാർബണിൻ്റെ ഏറ്റവും സ്ഥിരമായ രൂപം ഗ്രാഫൈറ്റ്. കാർബണിൻ്റെ ഏറ്റവും തിളക്കമുള്ളതും ശുദ്ധവുമായ രൂപം വജ്രമാണ് കേട്ടോ. ഏറ്റവും കാഠിന്യമുള്ളതുമായ രൂപമാണ് വജ്രം. ദെൻ ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ആഞ്ഞിലിയാണ്. ആഞ്ഞിലിയുടെ തടി കൊണ്ടാണ് ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണം നടത്തുന്നത്. ക്രിക്കറ്റ് ബാറ്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി വില്ലോ തടിയാണ്. വില്ലോ. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്നത് പാമ്പാണ്. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പാമ്പ് ചേരയാണ്. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി മൂങ്ങയാണ്. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജന്തു ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാഞ്ഞൂളാണ് കേട്ടോ, മണ്ണിരയാണ്. ദെൻ തിമിംഗലത്തിൻ്റെ ശരീരത്തിൽ നിന്നും ലഭിക്കുന്ന കൊഴുപ്പ് ബ്ലബറാണ്. തിമിംഗലത്തിൻ്റെ ശരീരത്തിൽ നിന്നും ലഭിക്കുന്ന കൊഴുപ്പ് ബ്ലബർ. തിമിംഗലങ്ങളുടെ ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന സുഗന്ധവസ്തു അംബർഗ്രീസാണ്. തിമിംഗലങ്ങളുടെ ശരീരത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധവസ്തുവാണ് അംബർഗ്രീസ്. ദെൻ റോമാക്കാരുടെ പ്രണയദേവതയുടെ പേര് ശുക്രനാണ്. വീനസ് എന്നാണ് പ്രണയദേവതയുടെ പേര്. റോമാക്കാരുടെ ദേവന്റെ പേര് നൽകപ്പെട്ട ഗ്രഹം ചൊവ്വയാണ്, മാർസ് ആണ് കേട്ടോ. ദെൻ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പശ്ചിമ ബംഗാളാണ്. ദെൻ ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ഡോൾഫിനാണ്. ഭീകര മത്സ്യം എന്നറിയപ്പെടുന്നത് പിരാനയാണ്. ചിരിക്കുന്ന മത്സ്യം ഡോൾഫിൻ, ഭീകര മത്സ്യം പിരാനയാണ്. ശരിക്കും ഡോൾഫിനെ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തില്ല. ഡോൾഫിൻ ഒരു സസ്തനിയാണ്. എങ്കിലും ചിരിക്കുന്ന മത്സ്യം എന്നാണ് ഡോൾഫിനെ വിളിക്കുന്നത് കേട്ടോ. ഈച്ചയുടെ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത് മാഗട്ടസ് എന്നാണ്. മാഗട്സ്. കൊതുകിൻ്റെ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത് റിഗ്ലേഴ്സ് ആണ്. ദെൻ മരീചികയ്ക്കു കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. മരീചികയ്ക്കു കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. മഴവില്ലിനു കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം. മരീചികയ്ക്കു കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. മഴവില്ലിനു കാരണമായ പ്രകാശ പ്രതിഭാസം പ്രകീർണനം. മനുഷ്യൻ്റെ ഹൃദയമിടിപ്പ് നിരക്ക് മിനിറ്റിൽ എത്രയാണ്? 72 തവണയാണ്. നവജാത ശിശുവിൻ്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 130 തവണയാണ് കേട്ടോ. മനുഷ്യൻ്റെ നോർമലി 72 ആണ്. നവജാത ശിശുവിൻ്റെ ഹൃദയമിടിപ്പ് 130 തവണയാണ്. ദെൻ കൈതച്ചക്കയ്ക്ക് സ്വാഭാവിക ഗന്ധം നൽകുന്ന ഘടകം മീഥൈൽ ബ്യൂട്ടറേറ്റ് ആണ്. കൈതച്ചക്കയ്ക്ക് സ്വാഭാവിക ഗന്ധം നൽകുന്നത് മീഥൈൽ ബ്യൂട്ടറേറ്റ്. ഏത്തപ്പഴത്തിന് സ്വാഭാവിക ഗന്ധം നൽകുന്നത് എസ്റ്റർ ബ്യൂട്ടൈൽ അസറ്റേറ്റ് ആണ്. ബ്യൂട്ടൈൽ അസറ്റേറ്റ്. ദെൻ ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥൈലാണ്. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്, ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥൈൻ. ഫുജിറ്റ സ്കെയിൽ ഉപയോഗിക്കുന്നത് ടൊർണാഡോ ചക്രവാതത്തിൻ്റെ തീവ്രത രേഖപ്പെടുത്താനാണ് ഫുജിറ്റ സ്കെയിൽ ഉപയോഗിക്കുന്നത്. ബ്യൂഫോർട്ട് സ്കെയിൽ ഉപയോഗപ്പെടുത്തുന്നത് കാറ്റിൻ്റെ തീവ്രത രേഖപ്പെടുത്താനാണ് ബ്യൂഫോർട്ട് സ്കെയിൽ. കേരളത്തിൽ ആദ്യത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് നെയ്യാറ്റിൻകരയിലാണ്. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രം സ്ഥാപിച്ച സംസ്ഥാനം കേരളം എന്നാണ്. ക്യാബേജ് ആഹാരം സംഭരിച്ചു വയ്ക്കുന്നത് ഇലകളിലാണ്. കരിമ്പ് ആഹാരം സംഭരിച്ചു വയ്ക്കുന്നത് തായ്ക്കടിയിലാണ്. തായ്ക്കടി അഥവാ തണ്ടിലാണ് കേട്ടോ. ദെൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലോട്ടിയ മാക്സിമസ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഗ്ലോട്ടിയ മാക്സിമസ് ആണ്. ദെൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ചെവിയിലെ പേശിയാണ്. മൃണാൽ സെന്നിൻ്റെ ആദ്യ ചിത്രം ഭുവൻ ഷോമാണ്. സത്യജിത് റേയുടെ ആദ്യ ചിത്രം പാതേർ പാഞ്ചാലിയാണ്. കറുത്ത മണ്ണ് ഏറ്റവും അനുയോജ്യമായ കൃഷി പരുത്തി കൃഷിയാണ്. എക്കൽ മണ്ണ് ഏറ്റവും അനുയോജ്യമായ കൃഷി നെൽകൃഷിയാണ്. അപ്പോൾ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് കറുത്ത മണ്ണും നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് എക്കൽ മണ്ണുമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലവുമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളകും, റാണി ഏലവും. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ബെയ്ലി ഗർത്തവും ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ന്യൂട്ടൺ ഗർത്തവുമാണ്. ഭൂമിയിൽ ചൂട് ഏറ്റവും കൂടിയ പ്രദേശം അൽ അസീസിയാണ്. ലിബിയയിലെ അൽ അസീസിയ. ഭൂമിയിൽ ചൂട് ഏറ്റവും കുറഞ്ഞ പ്രദേശം വോസ്റ്റോക്ക് സ്റ്റേഷനാണ്. അന്റാർട്ടിക്കയിലെ വോസ്റ്റോക്ക് സ്റ്റേഷൻ.
ദെൻ ഹരിതകമില്ലാത്ത ഏകകോശ സസ്യമാണ് ഈസ്റ്റ്. ഹരിതകമില്ലാത്ത കരസസ്യമാണ് കുമിള്. ശരിക്കും ഒരു സസ്യമല്ല ഈസ്റ്റ്, ഫംഗസ് ആണ് ഈസ്റ്റ്. പക്ഷേ നമ്മൾ പഠിച്ചു പോകുന്നതിൽ ഹരിതകമില്ലാത്ത ഏകകോശ സസ്യം എന്നാണ് ഈസ്റ്റിനെ പഠിച്ചു പോകുന്നത്. അത് ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്, ഏറ്റവും പഴയ ഒരു ക്ലാസിഫിക്കേഷനാണ്. പുതിയ ക്ലാസിഫിക്കേഷനിൽ ഈസ്റ്റ് ഫംഗസിൽ പെടുന്ന ഒരു ഗ്രൂപ്പാണ് കേട്ടോ. പൂക്കളിലെ പുരുഷ ലൈംഗികാവയവം കേസരമാണ്. പൂക്കളിലെ സ്ത്രീ ലൈംഗികാവയവം ജനിപുടമാണ്. വിത്തില്ലാത്ത മാവ് സിന്ധുവാണ്. വിത്തില്ലാത്ത മാതള ഇനം ഗണേശാണ്. ദെൻ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ വിലാസിനിയാണ്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കുന്തലതയാണ് കേട്ടോ. അപ്പോൾ നോവലുകളൊന്ന് നോക്കി വയ്ക്കുക. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ, മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ വിലാസിനി. ദെൻ ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം നിലംബിയം സ്പീഷിയോസമാണ്. നിലംബിയം സ്പീഷിയോസം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായ കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല. കാസിയ ഫിസ്റ്റുല. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം സംഭാവന ചെയ്തത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം സംഭാവന ചെയ്തത് അടൽ ബിഹാരി വാജ്പേയിയാണ്. ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങൾ കടമെടുത്തത് USA-യിൽ നിന്നുമാണ്. ഇന്ത്യൻ ഭരണഘടന മൗലികാവകാശങ്ങൾ കടമെടുത്തത് USA-യിൽ നിന്നും. ഇന്ത്യൻ ഭരണഘടന മൗലിക കർത്തവ്യങ്ങൾ കടം കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. മൗലിക കർത്തവ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ, മൗലികാവകാശങ്ങൾ USA. ഉള്ളൂർ എഴുതിയ മഹാകാവ്യം ഉമാകേരളം. വള്ളത്തോൾ എഴുതിയ മഹാകാവ്യം ചിത്രയോഗം. മലയാളത്തിലെ ആദ്യ നാടകം മണിപ്രവാള ശാകുന്തളം. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. മലയാളത്തിലെ ആദ്യ നാടകം മണിപ്രവാള ശാകുന്തളം. മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ നദി. വീതി കൂടിയതാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതെന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജലം ജലം സംവഹിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ് കേട്ടോ. ദെൻ മലയാളത്തിലെ ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ ചിത്രം കാലാപാനി. മലയാളത്തിലെ ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ ചിത്രം കാലാപാനി. മലയാളത്തിലെ ആദ്യത്തെ DTS ചിത്രം മില്ലിനിയം സ്റ്റാർസ്. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമ ആലമാരയാണ്. ഇന്ത്യയിലെ ആദ്യ കളർ സിനിമ കിസാൻ കന്യയാണ്. കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ സിനിമ വിഗതകുമാരനും മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ ബാലനുമാണ്. ഈ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്, പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള പല ചോദ്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്, ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ ഏറ്റവും കൂടിയ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി മൊറാർജി ദേശായിയാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി രാജീവ് ഗാന്ധിയാണ്. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ കോൺഗ്രസ് ഇതര വ്യക്തി നരേന്ദ്ര മോദിയുമാണ്. ദെൻ ലോകത്തെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം കാനഡയാണ്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം കാനഡ. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഇന്തോനേഷ്യ. ഏഴുമലകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജോർദാനാണ്. ഏഴുമലകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജോർദാനും ഏഴുമലകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോമുമാണ്. ഏഴുമലകളുടെ നഗരം റോം. ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ ആദ്യ വനിത സുജേത കൃപലാനിയാണ്. ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത ജാനകി രാമചന്ദ്രനാണ്. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ജാനകി രാമചന്ദ്രൻ. ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത ജാനകി രാമചന്ദ്രനും ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ ആദ്യ വനിത സുജേത കൃപലാനിയുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ നമ്മുടെ സരോജിനി നായിഡുവാണ്. ദെൻ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള കശുവണ്ടിയാണ്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള കശുവണ്ടി. പച്ച സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള വാനില. ചുവപ്പ് സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള കുങ്കുമപ്പൂ. വെളുത്ത സ്വർണം കശുവണ്ടി, പച്ച സ്വർണം വാനില, ചുവപ്പ് സ്വർണം കുങ്കുമപ്പൂ കാർഷിക വിളകളാണ് കേട്ടോ. ദെൻ കശുവണ്ടിയെക്കുറിച്ചുള്ള ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരും ഏറ്റവും കൂടുതൽ കശുവണ്ടി വ്യവസായമുള്ള ജില്ല കൊല്ലവുമാണ്. കശുവണ്ടി ഫാക്ടറികളൊക്കെ ഉള്ള ജില്ല കൊല്ലത്താണ്. ദെൻ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഫ്രക്ടോസും കരിമ്പിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര സൂക്രോസുമാണ്. പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഫ്രക്ടോസും കരിമ്പിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര സൂക്രോസും. ലോകത്തിലെ ഏറ്റവും വലിയ തടാകം കാസ്പിയൻ തടാകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സുപ്പീരിയർ തടാകമാണ്. സുപ്പീരിയർ തടാകം. USA-യുടെ പതാകയിലെ 50 നക്ഷത്രങ്ങൾ സൂചിപ്പിക്കുന്നത് 50 സംസ്ഥാനങ്ങളെയാണ്. USA-യുടെ പതാകയിലെ 13 നാടകൾ സൂചിപ്പിക്കുന്നത് ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമാക്കിയ 13 കോളനികളെ, ആദ്യകാല 13 സംസ്ഥാനങ്ങളെയാണ് USA-യുടെ പതാകയിലെ 13 നാടകൾ സൂചിപ്പിക്കുന്നത്. ദെൻ
മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകുന്ന കണ്ണിലെ കോശങ്ങൾ റോഡ് കോശങ്ങളാണ്. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാകുന്ന കണ്ണിലെ കോശങ്ങൾ കോൺ കോശങ്ങൾ. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശങ്ങളും പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശങ്ങളുമാണ്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി വി.കെ. കൃഷ്ണമേനോനാണ്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി വി.കെ. കൃഷ്ണമേനോൻ. ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി എ.കെ. ആന്റണി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി മാണ്ഡോവിയാണ്. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി തീസ്റ്റയാണ്. ഗോവയുടെ ജീവരേഖ മാണ്ഡോവി, സിക്കിമിൻ്റെ ജീവരേഖ തീസ്റ്റ. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വർത്തമാന പത്രങ്ങൾ പുറത്തിറക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വർത്തമാന പത്രങ്ങൾ പുറത്തിറക്കുന്ന സംസ്ഥാനം ഒഡീഷ. ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങൾ പുറത്തിറക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ പത്രങ്ങൾ ഇറങ്ങുന്നത് ഉത്തർപ്രദേശും ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പത്രങ്ങൾ ഇറങ്ങുന്നത് ഒഡീഷയിലുമാണ്. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1 അന്തർദേശീയ രക്തദാന ദിനം ജൂൺ 14 ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1, അന്തർദേശീയ രക്തദാന ദിനം ജൂൺ 14. ദേശീയ ശിശുദിനം നവംബർ 14, അന്തർദേശീയ ശിശുദിനം ജൂൺ 1. ദേശീയ ശിശുദിനം നവംബർ 14, അന്തർദേശീയ ശിശുദിനം ജൂൺ 1. വിവരാവകാശ നിയമം ലോക്സഭ പാസാക്കിയത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം ലോക്സഭ പാസാക്കിയത് 2005 ജൂൺ 15 നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, നോക്കി വയ്ക്കുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആർ.കെ. ഷൺമുഖം ചെട്ടി. 1947 നവംബർ 26 ആർ.കെ. ഷൺമുഖം ചെട്ടി. സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായിയാണ്. 1950 ഫെബ്രുവരി 28. ദേശീയഗാനത്തിലെ പറ്റി ചോദ്യമാണ്. ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയഗാനമുള്ള രാജ്യം ഗ്രീസാണ്. ആലപിക്കാൻ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ദേശീയഗാനമുള്ള രാജ്യം യുറോഗ്വേയാണ്. നമ്മുടെ ദേശീയഗാനമായ ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. ഹ്രസ്വരൂപം ജനഗണമനയുടെ ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ട സമയം 20 സെക്കൻഡാണ്. ചെറിയ റഷ്യ എന്നറിയപ്പെടുന്ന രാജ്യം യുക്രൈനാണ്. വെളുത്ത റഷ്യ എന്നറിയപ്പെടുന്ന രാജ്യം ബെലാറസ് ആണ്. ചെറിയ റഷ്യ യുക്രൈനും വെളുത്ത റഷ്യ എന്നറിയപ്പെടുന്നത് ബെലാറസുമാണ്. ഇന്ത്യയിലെ ആദ്യ 70mm ചിത്രം എറൗണ്ട് ദി വേൾഡ് ആണ്. ഇന്ത്യയിലെ ആദ്യ 70mm ചിത്രം എറൗണ്ട് ദി വേൾഡ്. പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ 70mm ചിത്രം ഷോലെയാണ്. പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ 70mm ചിത്രം ഷോലെ. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന വസ്തു ഏത് നിറത്തിൽ കാണപ്പെടും? വെളുത്ത നിറത്തിലാണ് കാണപ്പെടുക. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന വസ്തു ഏത് നിറത്തിൽ കാണപ്പെടും? കറുത്ത നിറത്തിൽ കാണപ്പെടും. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട എന്നാൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.